ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്ന സംഗതി അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പി. സർക്കാർ തകർത്തിരിക്കുന്നു. എങ്ങനെയാണ് തകർത്തത്? നമ്മൾ എക്സാമ്പിൾസ് ചോദിക്കുകയാണ്. അപ്പൊ അവർ ഉദാഹരണം പറയും. പൂജ നടത്തി പ്രധാനമന്ത്രി, പാർലമെന്റിൽ ചില കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു, ദേശീയഗാനം പാടി, പുഷ്പാർച്ചന നടത്തി. ഇതൊക്കെയാണ് മതേതരത്വം തകർന്നു എന്നതിന്റെ വലിയ സയൻസ് ആൻഡ് സിംറ്റംസ് ആയിട്ട് ഇവർ പൊക്കിക്കൊണ്ടുവരുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതാണോ യഥാർത്ഥത്തിൽ മതേതരത്വം തകർന്നു എന്നതിന്റെ ലക്ഷണം? അല്ല. യഥാർത്ഥത്തിൽ മതേതരത്വം തകർന്നു എന്നതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉദാഹരണം പറഞ്ഞാൽ ഷാബാനു കേസ്. അവിടെ ഒരു ഇക്വാലിറ്റി നിയമം, അതിന്റെ മുന്നിലുള്ള ഇക്വാലിറ്റി എല്ലാ പൗരനും ഉണ്ടായിരിക്കെ ഒരു മതത്തിന് വഴങ്ങിക്കൊണ്ട് അതിനെ അവിടെ റദ്ദാക്കി അവിടെ ഒരു സൈഡ് വലി ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി, അതാണ് മതേതരത്വത്തിനെതിരെയുള്ള പ്രധാനപ്പെട്ട തെളിവ്. അതല്ലെങ്കിൽ ഇപ്പോ നമ്മൾ പറയുന്ന യൂണിഫോം സിവിൽ കോഡ്, എല്ലാ വ്യക്തികൾക്കും തുല്യമായ നിയമ പരിരക്ഷ ലഭിക്കുന്ന രീതിയിൽ, മതഭേദമന്യേ ലഭിക്കുന്ന രീതിയിൽ, അത് വേണ്ട. മുസ്ലിം സമുദായത്തിന് സ്പെഷ്യൽ മാരേജ് ആക്ട് മതി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മതി എന്ന് പറഞ്ഞുകൊണ്ട് വെക്കുന്നു. തുല്യമായ സ്വത്തവകാശം വേണ്ട, അവരുടെ വ്യക്തി നിയമം മതി, ശരിയത്താണ് ശരി എന്ന് പറയുന്ന അവസ്ഥ, അതാണ് മതേതരത്വത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ പരിക്ക്. ഇപ്പൊ ഈ പറയുന്ന വഖഫ് നിയമത്തിന്റെ വിഷയം നിങ്ങൾ എടുക്കുക, അതാണ് മതേതരത്വത്തിന് ഏൽക്കുന്ന പരിക്ക് എന്ന് പറയുന്നത്. അതല്ലാതെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ളത് കൾച്ചറൽ ഡിസ്പ്ലേ എന്ന് പറയുന്ന സംഗതി, എനിക്ക് അതിനോട് യോജിപ്പില്ല, അത് വേറെ കാര്യം. പക്ഷെ മതേതരത്വം തകർന്നു എന്ന് പറയുമ്പോൾ അതിന് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ പറയേണ്ടത് പുഷ്പാർച്ചന നടത്തിയതിന്റെ കഥയോ മോദി സന്യാസ വേഷം ധരിച്ചതിൽ ഗുഹയിൽ പോയി ഇരുന്നു എന്നതിന്റെ ചിത്രമോ അല്ല മതേതരത്വം തകർന്നു എന്നതിന്റെ ലക്ഷണം. അത് കൃത്യമായിട്ട് നമ്മൾ പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. അത് ഇരട്ടത്താപ്പാണ്, കാപട്യമാണെന്നാണ് നമ്മൾ പറയുന്നത്.